ഒരു പ്രീഡോമിനന്റ് ആയിട്ട് ആണുങ്ങളുടെ കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ആണുങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും നല്ലത് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. എന്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കനി കുസൃതിയുടെയും അതുപോലെ ദിവ്യപ്രഭ ഇവരുടെ ഒരു മൂവി ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. അത് ബിരിയാണി പോലത്തെ ഒരു പടമാണ് കേട്ടോ. കാനിങ് ഫിലിം ഫെസ്റ്റിവൽ പ്രവേശിച്ച സിനിമയാണിത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് എന്താണ് അത്രമാത്രം ജനശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ ചോദിച്ചാൽ ആ സമയത്ത് ഹേമ കമ്മീഷൻ, അതുപോലെ തന്നെ വയനാട് ദുരന്തം, അതുപോലെ നമ്മുടെ അർജുൻ്റെ ആ ഒരു കേസ്, അങ്ങനെയുള്ള അപ്പോൾ ഇത് ജനശ്രദ്ധയൊന്നും നേടിയിട്ടുണ്ടായിരുന്നില്ല. അധികം ആരും ചർച്ചയൊന്നും ചെയ്യാത്തൊരു വിഷയമായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഇവർക്ക് എന്താണ് അവാർഡും അതുപോലെ തന്നെ അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്ന് പക്ഷേ ഇതൊന്നും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ചാണ് കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മുടെ നാട്ടിൽ ഈ മൂവി റിലീസായി. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടാണ് എല്ലാവരുടെയും പ്രചരിപ്പിക്കുന്നത്. ടെലികാസ്റ്റ് അങ്ങനെ പല എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ മൊത്തം ആ ഒരു ക്ലിപ്പ് മാത്രം എടുത്തിട്ടാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഓൾറെഡി ഇത് നേരത്തെ അവർ പ്രദർശിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ദിവ്യപ്രഭയുടെ ഒരു സീനുണ്ട്, അതിനകത്ത് ഭയങ്കരതായിട്ടുള്ളൊരു സീനുണ്ട്. അത് മാത്രം കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു പീസിനെ കുറിച്ചിട്ടാണ്, ഈ ഒരു കട്ട് പീസിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു ഭയങ്കരതായിട്ടുള്ളൊരു സീൻ തന്നെയാണ്. അപ്പോൾ അത് മാത്രമാണ് അതിലുള്ള താഴെയുള്ള ആ ഒരു സീന് എന്താണ് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ ആളുകൾ അത് എന്താണ് ഫാമിലി, ഇപ്പോൾ എന്താ പറയുക, ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ കൂടെ മക്കളും ഭാര്യയും എല്ലാവരും ആയിട്ട് ഉള്ള ആൾക്കാരും, ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയുള്ള ആളുകൾ പോലും ഇതിന് താഴെ വന്നിട്ട് ആ പീസ് എനിക്ക് അയച്ചത്, ആ ഒരു ഇത് എവിടെ നിന്ന് കിട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കട്ട് അയച്ചു തരാൻ പറയുകയാണ്. അപ്പോൾ ഇത് ഇത്രയ്ക്ക് മാത്രം ദാരിദ്ര്യമാണോ നമ്മുടെ ഈ നാട്ടിൽ എന്നാണ് ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്ക് മാത്രം ദാരിദ്ര്യമാണ്. അതുപോലെ തന്നെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ഇതാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഈ കമൻറ്റിലൂടെ ചോദിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ആ ഒരു ഇമേജ്, ഇത് മൊത്തത്തിലുള്ള ആളുകൾ ഇത് കാണുമല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് കേട്ടോ ഇതിൽ ഒരുപാടായിട്ടിത് ഇങ്ങനെയുള്ള കമൻസുകളും കാര്യങ്ങളൊക്കെ കറങ്ങി നടക്കുന്നത്. അപ്പോൾ അതിൽ വന്ന ഒരു ഇത് ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. വൈഫൈ സംഘടിപ്പിച്ച് പറ്റുന്ന അത്രയും ആളുകൾക്ക് അയച്ചപ്പോൾ തന്നെ 2 GB ഗോൺ. ഇതിന് മുന്നേ കാണാത്ത കുറേ അക്കൗണ്ടുകൾ ഇന്ന് കണ്ട് മെസ്സഞ്ചർ നിറഞ്ഞ്. എന്താ അല്ലേ. അതുപോലെ വേറൊരു ഇതാണ്, അക്ക കിടുക്കാച്ചി സാധനം തന്നെ ഇറക്കിയിട്ടുണ്ട്, സകല സോഷ്യൽ മീഡിയയിലും കൊലത്തൂക്ക്. എന്താ പറയുക അതിനൊക്കെ. അത് ആക്ട്രസ് അവളുടെ ദിവ്യപ്രഭയുടെ അതൊക്കെ വെച്ചിട്ട് ആ ഒരു ഇതിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്താ പറയുക, അങ്ങനെ ഹോട്ടിൻ്റെ ഒരു ഇതൊക്കെ ഇട്ടിട്ട് എന്താ ഇതിനൊക്കെ പറയുക, അതിനൊക്കെ എന്താ ഇതിന് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നത് ഫാമിലി ആയിട്ട് ഉള്ള പ്രൊഫൈൽ പിക്ചറും ഒക്കെ എന്താണ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയുള്ള ഇത് ഇടുന്നത്, ഓരോ കമൻസുകളും കാര്യങ്ങളും ഇടുന്നത്. എന്താ മനുഷ്യരുടെയൊക്കെ ചിന്താഗതി എന്നാണ് ആലോചിക്കുന്നത്. ഇതിപ്പോൾ ഫാമിലിയെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് സിനിമ റിലീസായിട്ടുണ്ടല്ലോ, ഇങ്ങനെ തുണ്ടായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പോൾ അതാരും ഇതാകുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്ന സമയത്ത് എത്ര ആളുകളാണ് ഇത് വാച്ച് ചെയ്യുന്നതെന്ന് ഇവരൊന്നും ചിന്തിക്കുന്നില്ല. ഇതിപ്പോൾ ബിരിയാണി പോലുള്ള ഒരു പടമാണെന്നാണ് എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് മാത്രമാണ് ഇപ്പോൾ എല്ലാവരുടെയും കറങ്ങുന്നത്. അത് അവർ പറയുന്നത്, ഇപ്പോൾ ഞാൻ ആ സിനിമ കണ്ടിട്ടൊന്നുമില്ല, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ക്ലിപ്പ് ചോദിക്കാനാണ് ആളുകൾ ഇങ്ങനെ വേവലാതിപ്പെടുന്നത്. എന്താണ് ആ ഒരു ഇത് അയച്ചതാ, ഇത് എങ്ങനെ കിടക്കാച്ചി സാധനം അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരം ഓരോ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ആ ഒരു ഇതിൽ സീനുണ്ടല്ലോ, ആ ഒരു സീനുണ്ടല്ലോ, കനി കുസൃതിയും വേറൊരാളും തമ്മിലുള്ള ആ ഒരു ഇതിൻ്റെ സീനുണ്ടല്ലോ, അതുപോലൊരു സീനാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ക്ലിപ്പ് അയച്ചു തരാനാണ് ആളുകൾ ഇങ്ങനെ കമൻസിലൂടെ ചോദിക്കുന്നത്. നീ കണ്ടായിരുന്നു, അപ്പോൾ എനിക്കും കൂടെ അയച്ചതാ, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുള്ളൊരു ഓരോ കമൻസുകൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കനി കുസൃതി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. വേറെ അതൊന്നും നമ്മൾ അവിടെ ആയിരുന്നോണ്ട് അതൊന്നുമില്ല. നമ്മൾ കുറച്ച് ലേറ്റ് അല്ല അറിഞ്ഞത്. പായലും മലയാളം സിനിമ സംവിധായിക അല്ല, പായലും ഗുജറാത്തിൽ നിന്നുള്ള ആളാണ്, ബോംബെയിലാണ് ജീവിക്കണ ആണ്. പായലാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെ അതൊരു ചില സമയത്ത് മലയാള സിനിമയിൽ വളരെ രസമുള്ള കുറെ സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോയിട്ടൊക്കെ ഉണ്ട്.
ചില സമയത്ത് പിന്നെ അത് ഉണ്ടാവില്ല, പിന്നെ ഉണ്ട്. പക്ഷെ എനിക്കൊന്നു ഒരു പ്രീഡോമിനന്റ് ആയിട്ട് ആണുങ്ങളുടെ കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ആണുങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും നല്ലത് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. എന്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്തിരിക്കുന്നതാണ് ഡയറക്ടറാണ് പായൽ, അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മൊത്തം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന സീനുകളാണ് ഇതൊക്കെ. ഇവർക്ക് എന്താണ് തമിഴിലും അതുപോലെ പല ഇൻഡസ്ട്രിയിലും ഇവർക്ക് ഭയങ്കര എന്താണ് നല്ല കമൻസുകളാണ് ഈ ഒരു ഡയറക്ടറിന്. അപ്പോൾ മലയാളം ഇതിൽ മാത്രമാണ് ഇങ്ങനൊരു എന്താണ് ഇങ്ങനൊരു ഇതൊക്കെ നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ ആ ഒരു ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ മാത്രം ഇവർക്ക് ഇത് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഈ ഒരു ഡയറക്ടറിന്. അല്ല അപ്പോഴും ഞാൻ ഈ കമൻ്റ് ഇടുന്ന ആളുകളെയാണ് ഞാൻ നോക്കുന്നത്. ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആളുകൾ, അച്ഛൻ്റെ കൂടെ അമ്മൻ്റെ കൂടെ അല്ലെങ്കിൽ മക്കളുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ലിങ്ക്ഡ് അളിയാ അത് പൊളി സാധനം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഇടുന്ന ആളുകളോട് പറയാനുള്ളത്, ഇത് പബ്ലിക്കായിട്ട് നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ ആളുകളൊക്കെ കാണുന്ന ഒരു ഇതല്ലേ. നിങ്ങൾക്ക് ഇത്രയ്ക്ക് മാത്രം ദാരിദ്ര്യമാണ് ഇത് കാണാൻ വേണ്ടി. ഒരു സിനിമയിലുണ്ട് അല്ലെങ്കിൽ ഒരു സീനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയ്ക്ക് മാത്രം കാണാൻ എന്താണ് അതിലിരിക്കുന്നതാണ് എനിക്ക് ഇങ്ങനെയും വെമ്പൽ കൊള്ളുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്. അപ്പം മറ്റുള്ളവരുടെ കാണുമ്പോൾ അത്രയും ഇതാണ്. നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാലോ. അതൊരു സിനിമയാണ്, ശരി. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് റിലീസായിട്ടുണ്ടല്ലോ, തിയേറ്ററിൽ പോയിട്ട് കാണാമല്ലോ. വെറുതെ ഇത്രയും വെമ്പൽ കൊള്ളണത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ക്ലിപ്പ് കാരണം സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പം നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ക്ലിപ്പ് മാത്രം. അതുപോലെ തന്നെ അവരുടെ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര വൾഗറായിട്ടുള്ള ഇത് നല്ല പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും അതൊരു തെറ്റായിട്ടാണല്ലോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ മൊത്തം കാണുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതൊരു തെറ്റ്. ശരിയാണ്. ഇതിൽ അങ്ങനെ ഒരു സീനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇതാണല്ലോ റിലീസായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് കാണാമല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് തന്നെയാണ് അതിൻ്റെ ഇതൊക്കെ നാണക്കേട് നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. ഇങ്ങനെയും ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെയായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞാനിങ്ങനെ ഇങ്ങനെ ഇത്രയും കമൻറ്റ് ഇടുന്ന ദാരിദ്ര്യം പിടിച്ച ആളുകളുടെ ആ ഒരു വെമ്പൽ കണ്ടപ്പോൾ ഞാൻ ഈ ഒരു ഇതെടുത്ത് റിയാക്ട് ചെയ്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു തുണ്ട് കിട്ടിയത് കൊണ്ട്, ഈ ഒരു സീന് കിട്ടിയത് കൊണ്ട് നിങ്ങളുടെ എല്ലാം നിറയോ, നിങ്ങൾക്ക് എല്ലാം സംതൃപ്തി ആവുമോ എന്നാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഈ ലിങ്ക് ചോദിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.